യൂട്യൂബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ബൈബിൾ അധിഷ്ഠിതമായ ചില ചിന്തകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സദ്ഗമയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, നാളെ ഇത് പുനഃസംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കാണാൻ സാധ്യതയുള്ള പ്രിയപ്പെട്ടവർക്കും നല്ല നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ബൈബിൾ അധിഷ്ഠിതമായ ചില ചിന്തകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഏകദേശം 55ഓളം വീഡിയോകൾ നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ദൈവകൃപയാൽ അങ്ങനെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ 55 വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ഒരു സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ സ്വന്തം ശബ്ദത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്ത് ഈ ഒരു ചാനലിൽ ഇടാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി, അതൊരു പ്രാർത്ഥനയായി മാറി. അതിനുശേഷം കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്തിടാൻ കഴിഞ്ഞു. പുതിയ നിയമത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം, ലൂക്കോസ്, മർക്കോസ്, യോഹന്നാന്റെ ലേഖനങ്ങൾ, യൂദയുടെ ലേഖനം, വെളിപ്പാട് പുസ്തകം, പിന്നെ പഴയ നിയമത്തിൽ നിന്നാണെങ്കിൽ സദൃശവാക്യം, ഭാഗികമായി സങ്കീർത്തനങ്ങൾ, ആ കൂട്ടത്തിൽ തന്നെ ദാനിയേലിന്റെ പുസ്തകം, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് ഓർക്കുന്നു. അപ്രകാരം ഒരു കാര്യത്തിനൊക്കെ നമ്മെ ബലപ്പെടുത്തിയ ദൈവത്തോട് നന്ദി പറയുന്നു. അതിനെ പ്രചോദിപ്പിച്ച പ്രിയപ്പെട്ടവരുണ്ട്, നമ്മളെ പ്രേരിപ്പിച്ച ആൾക്കാരുണ്ട്. അവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ലൈവ് ചെയ്യാൻ ആഗ്രഹിച്ചത് പോലും അങ്ങനെയുള്ള ചില ചിന്തകളെ പ്രതിയാണ്. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ചെറിയ ലിങ്കുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നു. പലപ്പോഴും പലരും നമ്മളെടുക്ക ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്താണ് സദ്ഗമയ, അല്ലെങ്കിൽ ആരാണ് സദ്ഗമയിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം, ഒരു ചേതോവികാരം എന്താണ്, ഏത് സഭയാണ്, എന്താണ് ഉപദേശം, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലതിനും മറുപടികൾ ഇട്ടിട്ടുണ്ട്. ചിലത് ഫോണിലൂടെ വിളിച്ച് ചോദിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ നമുക്ക് ലഭ്യമാകുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ചില സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ സദ്ഗമയ അതിൻ്റെ ഒരു നയം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ലൈവ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അതുമാത്രമല്ല, എബ്രായ ലേഖനം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താണ് ഓർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സദ്ഗമയിൽ കൂടി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നെ മാത്രമായിരിക്കാം. പക്ഷേ എനിക്ക് പിന്നിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ചില നല്ല മുഖങ്ങളുണ്ട്, നല്ല വ്യക്തികളുണ്ട്. അവരെ ഒന്ന് ഓർക്കാൻ, അതെൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പലരുടെ അടുക്കൽ ഒന്ന് പങ്കുവയ്ക്കാൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞെന്ന് പോയിക്കോട്ടെ. ഈ 55 വീഡിയോകളാണ് നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തേക്കുന്നത്. ഈ 55 വീഡിയോകൾ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, കാണാത്തുണ്ടാവും. ആ കൂട്ടത്തിൽ ഇനി കണ്ടിട്ടില്ലെങ്കിൽ സമയം പോലെയൊക്കെ കയറി കാണുക. ഈ 55 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് എനിക്കൊരു കുറച്ച് വീഡിയോ ചെയ്തതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതായി വന്നത് ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. അപ്പം ഇന്ന്
ഈ ലൈവിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് കണ്ടവർക്കറിയാം, ഒരു വീഡിയോ ചെയ്തിരുന്ന് കയീന്റെ യാഗം എന്തുകൊണ്ട് യഹോവ സ്വീകരിച്ചില്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊരു ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിനോടനുബന്ധമായിട്ട് ചില ചർച്ചകളും നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ചില സജഷൻസ്, ചില അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ അതിനോടനുബന്ധമായിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് സദ്ഗമയ എന്ന് പറയുമ്പോൾ എൻ്റെ അടുക്ക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് സദ്ഗമയുടെ ഉപദേശം, എന്താണ് സദ്ഗമയ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന ബൈബിളിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉൽപ്പത്തിയിൽ നിന്നും തുടങ്ങാം, അതല്ലേ ആദ്യത്തെ പുസ്തകം. അപ്പൊ അതിനോടനുബന്ധമായ ആ വിഷയത്തെക്കുറിച്ച് കൂടി ഇന്നൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പിന്നിലുള്ള ചില പ്രിയപ്പെട്ടവർ, അവരെക്കുറിച്ച് കൂടി ഒന്ന് പറയാതെ എനിക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത വന്നത് കൊണ്ടുകൂടിയാണ് ഇന്നിങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നത്. കാരണം 2003 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് എനിക്ക് ഇങ്ങനൊരു ക്രിസ്തീയ ശുശ്രൂഷ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ വരുന്നത്. 2023 ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളോട് ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇനി വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇന്ന് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്ന് തൊട്ടു പോകാം. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്ന് സ്വാഭാവികമായിട്ട് ഞാൻ ഈ വിഷയം, ഈ ഒരു ആഗ്രഹം ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ അടുക്കലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യണം, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ തീർച്ചയായിട്ടും പറഞ്ഞ്, അത് തന്നെയാണ് നിന്നെ കുറിച്ചിട്ട് എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ആഗ്രഹിച്ചേക്കുന്നത്. അപ്പോൾ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവം അതിനുള്ള സാധ്യതകളൊക്കെ തരട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ചിന്തയായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന യൂട്യൂബ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം, ഈ വേല ചെയ്യുക, സാക്ഷിയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, എൻ്റെ തന്നെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു മരുഭൂമി, ആ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. ഒരാൾക്ക് ആ വെള്ളം കണ്ടു, ആ വെള്ളം കിട്ടി. അപ്പോൾ അയാൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരെ, ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, എനിക്കത് കിട്ടിയിട്ടുണ്ട്, ഞാൻ കുടിച്ച് എൻ്റെ ദാഹം മാറി, നിങ്ങൾക്കും കുടിക്കാം. അപ്പം ഞാൻ ഈ ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിനിസ്ട്രി, ക്രിസ്തീയ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കുന്നുണ്ടെങ്കിൽ, ഇതേ ദാഹമുള്ള ആരെങ്കിലും എൻ്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സൗഹൃദ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ്, സ്വാധീനം ചെലുത്തിയ ചില പ്രിയപ്പെട്ടവരെ കുറിച്ചിട്ട് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ചിന്തയായിട്ട് ഞാൻ എൻ്റെ ജോലി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ കൊല്ലത്ത്, എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കൊല്ലത്ത് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എന്താണ് ഞാൻ അദ്ദേഹത്തെ പറയേണ്ടത്, എൻ്റെ സുഹൃത്തെന്നോ എൻ്റെ കൂട്ടുകാരനെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തലത്തിലാണ് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. എന്നാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തി, ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ ദുബായിൽ ജോലി ചെയ്തപ്പോൾ അവളുടെ സൗഹൃദമാണ്, അങ്ങനെ പരിചയപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഇന്ന് എൻ്റെ ഈ രക്തബന്ധങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിനോദ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ എനിക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞത് വിനോദ് സാറിൻ്റെ അടുക്കലാണ്. ഞാനിങ്ങനെ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ വിനോദ് സാറായിട്ട് സംസാരിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, സാറേ എനിക്കൊരു വീഡിയോ ലൈവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ കുറിച്ച് അതിൽ പറയണം. കാരണം ഇതിൽ ഒരു 3, 4, 5 ആൾക്കാരെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലൊരാൾ നിങ്ങളാണ്. ഞാൻ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുക്ക് പറഞ്ഞു, സണ്ണി ഞാൻ എന്താണ് പറഞ്ഞു തരേണ്ടത്, ഒരു പഴയ RSSകാരനായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത് തന്നെ ഞാൻ പറയാണ്, ഒരു പഴയ RSS പ്രവർത്തകൻ. ഇനി എന്നെക്കുറിച്ചിട്ട് പറയുമ്പോഴും എനിക്കും RSSൻ്റെ ചെറിയൊരു പശ്ചാത്തലം എനിക്കും പറയാം. കാരണം ഞാനും RSSൻ്റെ ശാഖയിലൊക്കെ പങ്കെടുത്തേക്കുന്ന വ്യക്തിയാണ്. വരുന്ന നാളുകളിൽ നമുക്കത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ പറയാം. അപ്പോൾ പഴയ ഒരു RSSൻ്റെ പ്രവർത്തകൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്, സാർ എനിക്കിങ്ങനെ ബൈബിൾ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യണം.
അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സണ്ണി ഉദ്ദേശിച്ചത്, സഭാപ്രവർത്തനങ്ങളാണോ? അപ്പൊ ഞാൻ പറഞ്ഞു സഭാപ്രവർത്തനങ്ങൾ എന്നൊരു ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ചിന്തയല്ല ഇപ്പൊ നിലവില്, പക്ഷെ എനിക്ക് കർത്താവിനെ കുറിച്ചിട്ട് പറയണം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഒരു സഭയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതകളും പ്ലാറ്റ്ഫോമിൽ ഒക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതൽ കിട്ടില്ലേ എന്നെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും. അങ്ങനെ അദ്ദേഹം ഈ എന്താ പറയാ, ഈ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച ആ ചിന്തയ്ക്ക് ആദ്യ തിരി എന്ന് പറഞ്ഞാൽ ആദ്യ തീ ദൈവാത്മാവ് ഇട്ട് തന്നു. ആ തീ ഊതി കത്തിച്ചത് ഒന്ന് എൻ്റെ അമ്മ പറഞ്ഞു നീ അത് തന്നെ ചെയ്യണം. രണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിനോദ് സാർ എൻ്റെ അടുക്ക് പറഞ്ഞു സണ്ണി ധൈര്യമായിട്ട് അത് ചെയ്യും, ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ട വിനോദ് സാറിന് ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞാലും അതും കൂടുതലല്ല, അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരാളുണ്ട്, ഞാൻ അദ്ദേഹത്തെയും ഇന്ന് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം പൊതുവേ ഈ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ 55 വീഡിയോ കഴിഞ്ഞു, കണ്ടാലറിയാം. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി, അത്യാവശ്യം ഒരു സോഷ്യലി ആരൊക്കെയോ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊരു ബോധ്യമൊക്കെ ആയപ്പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദ്ഗമയുടെ ഒരു നയം വ്യക്തമാക്കിയാലോ എന്നൊരു ചിന്ത വന്നത്. അപ്പൊ അങ്ങനെ 2023 തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഞാൻ എന്താ പറയാ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയണോ അതോ ദൈവദാസൻ എന്ന് പറയണോ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് ഷെൽബൻ. അദ്ദേഹം പ്രവർത്തിക്കുന്ന വൈപ്പിൻ ബേസ് ചെയ്തിട്ടാണ്. ഈ പാസ്റ്ററെ ഞാൻ ഇതുപോലെ പരിചയപ്പെടുന്നു. കാരണം ഈ 2 വർഷത്തേക്കുള്ള കഥകൾ ഓർത്തെടുത്ത് പറയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള പേര് 2, 3, 4 പേരുകളാണെങ്കിൽ ആ പേര് എത്രത്തോളം എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് പ്രിയപ്പെട്ട നിങ്ങൾക്കറിയാലോ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇതുപോലെ പരിചയപ്പെട്ട് ആ ഒരു പരിചയം പതുക്കെ ഒരു സ്നേഹത്തില് ഒരു സൗഹൃദത്തിലേക്ക് മാറി. ആ സൗഹൃദം വീണ്ടും ഒരു ദൈവ ശുശ്രൂഷ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പരസ്പരം ഞങ്ങൾ മാറി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ മിനിസ്ട്രി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കർത്താവിനെ സാക്ഷിക്കണം, ഇത് മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ഏത് മേഖലയിൽ കൂടി എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം എഴുത്തും ഒക്കെ നമുക്ക് വശമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു പുസ്തകം എഴുതണം. ഇടയ്ക്ക് ദൈവകൃപയാൽ ഒരു സമയത്ത് എനിക്ക് ചില ലേഖനങ്ങളൊക്കെ ആയിട്ട് ബൈബിളിനെ കുറിച്ചിട്ട് എഴുതാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പുസ്തകം എഴുതണം, ഇങ്ങനെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുന്നതിനോട് അനുബന്ധമായ ഒരു പുസ്തകം എഴുതണം. ഞാനും ഇങ്ങനെ ഒരു പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞതാണ് സണ്ണി, വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ ഒരു വിളി സണ്ണിക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇറങ്ങിത്തിരിച്ചു, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2023 ഇങ്ങനെ ഒരു ചിന്ത വന്നു. അത് ഏകദേശം ഒരു 5-8 മാസം വിനോദ് സാറായിട്ടും ഷെൽബൻ പാസ്റ്ററായിട്ടും എൻ്റെ അമ്മയായിട്ടും ഇങ്ങനെ 3 പേര് 3 സ്ഥലങ്ങളിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിലും വല്ലാത്തൊരു ആത്മീകമായ ഈ ആത്മീകതയും ഭൗതികതയും തമ്മിലുള്ളൊരു വടംവലി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർക്ക് അറിയാലോ. അങ്ങനൊരു വല്ലാത്തൊരു വടംവലിയെ കൂടി ഞാൻ കടന്നുപോയി. പക്ഷേ ഇതിനിടയിൽ ഞാൻ ഉറപ്പിച്ചു ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം, അത് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്ന ഒരാളായിട്ട് നിൽക്കുക. ഇതാണ് ആഗ്രഹം. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. അങ്ങനെ ചിന്തിച്ചു. 2024 വീണ്ടും ഒരു വർഷം കൂടി ഈ ചിന്തയായിട്ട് ഇങ്ങനെ കടന്നുപോയി. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ പറയില്ലേ, ആരംഭശൂരത്വം കൊണ്ട് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമല്ല. 2023 കടന്നുപോയി. 2024 ഡിസംബർ 16 ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ബസ്സിൽ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലിരുന്ന് ഞാൻ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഇനി എനിക്ക് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കണം, ഒരു സുവിശേഷ പ്രവർത്തകൻ എൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു തീരുമാനം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അതിനു മുൻപ് തന്നെ എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ പലപ്പോഴും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അറിയില്ല ഇതൊക്കെ എപ്പോൾ നടക്കുമെന്നറിയില്ല, പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ചിന്ത എന്ന് പലരോടായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ് കയറി എൻ്റെ വീട്ടിൽ വരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ടാണ് എൻ്റെ ചിന്തകളൊക്കെ ഇത്രത്തോളം ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അതിന് അടുത്ത ഒരു പേരുകൂടി ഞാൻ പറഞ്ഞോട്ടെ. ബ്രദർ ജിനേഷ് ജോണി, പറവൂരുകാരനാണ്.
അപ്പോൾ ഞാൻ ഇതുപോലെ ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കേട്ടു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും ഒരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വകമാറ്റി ചെലവിടരുത്. ഈ വാക്കാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വകമാറ്റി ചെലവിടരുത്. നന്മയെന്നല്ല, അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, 5 താലന്തിൻ്റെ കഥ. 2 താലന്ത് കിട്ടിയവൻ ചെയ്തതും 1 താലന്ത് കിട്ടിയവൻ ചെയ്തതും. 5 കിട്ടിയവൻ 10 ആക്കി, 2 കിട്ടിയവൻ 4 ആക്കി, 1 കിട്ടിയവൻ കുഴിച്ചിട്ടവനെ കർത്താവ് എന്താ വിളിച്ചത്? ദുഷ്ടനും മടിയനുമായ ദാസനെ. ഇതാണ് സ്നേഹത്തോടു കൂടിയാണ് ജിനേഷ് ജോണി എൻ്റെ അടുത്ത് അത്രയും, കർത്താവ് വളരെ ഹാർഷായിട്ടാണ് അയാളെ വിളിച്ചത്, പക്ഷെ എന്നോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു, ദൈവം എന്തെങ്കിലും ഒരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ സംസാരിച്ച 3ാമത്തെ ആള് ജിനേഷ് ജോണി ബ്രദറാണ്. ഞാൻ പറഞ്ഞു, ബ്രദർ, അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ സംഭവം നടന്നിട്ട് ഒരു 8 മാസം കഴിഞ്ഞു, അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിനു മുൻപ് ഞാൻ ദൈവവേല ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നല്ലാതെ അത് ഏത് മേഖലകളിൽ കൂടിയാണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ ഒരു താലന്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ താലന്ത് തന്നെ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാം. ആ താലന്ത് ദൈവ മക്കളുടെ മുൻപാകെ, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ കൂട്ടുകാരന്മാരുടെ, സ്നേഹിതരുടെ, ഒരു പരിധിവരെ എന്നെ കേൾക്കുന്നവരാരും എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഒരു മുറിയിലിരുന്ന് ഇങ്ങനെ ലൈവ് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുക്കിലേക്ക് വരുന്നു, അത്രമാത്രമേ ഉള്ളൂ. എനിക്ക് ഒരിക്കലും സ്ട്രേഞ്ച് ആയിരിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ ചാനൽ നിങ്ങളുടെ അടുക്കിലേക്കൊക്കെ എത്താൻ കാരണം. അപ്പോൾ ദൈവം എനിക്ക് എന്ന താലന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ താഴ്മയോടുകൂടി പറയുന്നു, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആകാശവാണിയോട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു കലാകാരൻ കൂടിയാണ്. വിശദമായിട്ട് വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശബ്ദം, ഞാനും ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോൾ പോക്കറ്റ് FM എന്നൊക്കെ പറയുന്ന FM ഇല്ലേ, ആ FM നമ്മൾ കഥ പറയുന്നുണ്ട് ആ സമയത്ത്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ ചെറിയ സിനിമകൾക്കൊക്കെ ശബ്ദം കൊടുത്തൊരു ഓർമ്മയും എനിക്കുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്ത് പോകുന്നൊരു സമയം. അപ്പോൾ എൻ്റെ ഒരു താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകിയൊരു ശബ്ദം. അപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാം. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അത് ഒരു പ്രാർത്ഥനയായി മാറി. അപ്പോൾ ശബ്ദം കൊണ്ട് ദൈവവേല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമുക്ക് വല്ല പ്രസംഗിക്കാനുള്ള പ്ലാറ്റ്ഫോം വേണം, അതിന് നമ്മൾ വലിയ പ്രസംഗകനൊക്കെ ആകണം. അല്ലെങ്കിൽ നമുക്ക് വല്ല ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ വേണം. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെയുള്ള പദവികളിലേക്കൊക്കെ എത്തണം. പക്ഷെ അങ്ങനെയുള്ള വലിയ ബന്ധങ്ങളൊന്നും എനിക്ക് ആ സമയത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, അധികം ആൾക്കാരുടെ അനുമതികളോ അല്ലെങ്കിൽ അധികം ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഒരു യൂട്യൂബ് തുടങ്ങാം. അപ്പോൾ നിലവിൽ എനിക്ക് 2016 ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അത് സെക്കുലർ ആയിട്ട് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു പോയി. പക്ഷെ പിന്നീട് ഞാനത് ഇടയ്ക്ക് ഇട്ട് കളഞ്ഞു. ആ സമയത്തൊക്കെ എനിക്ക് ഒരു 2018-19 കൂടിയൊക്കെ FB ഫേസ്ബുക്കിലാണെങ്കിൽ, ഞാൻ 2008 ഫേസ്ബുക്ക് തുടങ്ങിയതാണ്. 2018 സമയം 19 ആയപ്പോഴത്തേക്ക് എനിക്കൊരു 5000 ഫോളോവേഴ്സൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഞാൻ പതുക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാൻ ചിന്തിച്ച നാളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ദൈവവചനവുമായി ബന്ധപ്പെട്ടിട്ടല്ല, തികച്ചും സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രചോദനം, അതുപോലെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, ഞാൻ അറിയാതെ എൻ്റെ അന്തരാത്മാവിൻ്റെ ഒരാഗ്രഹം, അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നില്ലേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് നമ്മളിലേക്ക് വീണ്ടും എത്തി. ഞാൻ ഈ വീണ്ടും എത്തുക എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ച് കഥകൾ അധികം പറയാനുണ്ട്. അത് അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും എനിക്കൊരു സാധ്യതകളിലേക്ക് എത്തി. അങ്ങനെ ഞാനൊരു യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇനി യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഒരു പബ്ലിക്
ഞാൻ മോശമായിട്ട് പറയുന്നല്ല, ഒരു റോട്ടിൽ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പ്രസംഗിക്കാനോ അത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായാലും മതി, നമുക്കൊരു 5, 10, 20 മിനിറ്റ് ഒക്കെ കിട്ടിയാൽ മതി. ഈ യൂട്യൂബിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ് അത് വല്ലാത്തൊരു ചലഞ്ചായിരുന്നു. കാരണം വല്ലാത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 2024 ഡിസംബർ 16 ഞാൻ എൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് വരുന്നത്. അതിനുശേഷം എൻ്റെ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു യൂട്യൂബ് തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒന്നില്ലെങ്കിൽ നല്ല ഒരു മൊബൈൽ വേണം, അതിനനുസരിച്ചുള്ള ആക്സസറീസ്, മൈക്ക് വേണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏതൊരു സാധാരണക്കാരൻ നേരിടുന്ന പല പ്രതിസന്ധികളും ആ സമയത്ത് ഞാൻ നേരിട്ടു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനോദ് സാറ് പ്രചോദനമായിട്ട് വന്ന പോലെ, അല്ലെങ്കിൽ ജിനേഷ് ജോണി ബ്രദർ എൻ്റെ മുൻപിൽ എന്നെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ഇടയായതുപോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഓക്കെ ഇതാണ് നിൻ്റെ വഴി എന്ന് പറഞ്ഞ പോലെ, ഷെൽബൻ പാസ്റ്റർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഓക്കെ ദൈവ വിളിയുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ, 5ാമത് വീണ്ടും ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തി കടന്നു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ സ്വാഭാവികമായിട്ടും എന്നെ കൂടുതൽ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മറ്റവരെല്ലാം, ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാരെല്ലാം എൻ്റെ സമപ്രായക്കാരായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യരായ പ്രായം ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ എൻ്റെ പിതാവിനേക്കാൾ പ്രായം കൂടിയൊരു വ്യക്തിയാണ്. പക്ഷെ എന്നെ ഒരു ഏറ്റവും നല്ലൊരു സ്നേഹിതനെ പോലെ ഇപ്പോഴും പരിഗണിക്കുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെ കടന്നു വരികയാണ്. വന്നിട്ട് പൊതുവെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നെൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കണം, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, ഈ നിലവിൽ നമുക്ക് കുറച്ച് പ്രതിസന്ധികളുണ്ട്, ഞാനതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാണ് ഇനി അത് നീട്ടി വയ്ക്കുന്നത്, ഇങ്ങനൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഈ കാര്യത്തോട് അടുത്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് എന്താണ് വേണ്ടത്, ഒരു യൂട്യൂബ് തുടങ്ങാൻ എന്താണ് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് നമുക്കൊരു യൂട്യൂബ് വേണമെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം, ഒന്നില്ലെങ്കിൽ നല്ലൊരു ഫോൺ വേണം. ഫോണിനേക്കാൾ അപ്പുറത്ത് ഞാൻ ചെയ്യുമ്പോൾ ഒത്തിരി പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ഒരു ക്യാമറ വേണം, ഒരു മൈക്ക് വേണം. ഈ സമയത്ത് ഞാൻ ആ പ്രിയ വ്യക്തിയെ കൂടി ഓർക്കുകയാണ്. ഞാൻ ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു സസ്പെൻസ് ഇട്ടിട്ടാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. അത് മറ്റാരും ആയിരുന്നില്ല, പ്രിയ ചാച്ചനാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത്, എൻ്റെ ടൈറ്റിലായിട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുമ്പോൾ ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയ ചാച്ചൻ, ഞാൻ ചാച്ചൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ചാച്ചൻ എന്ന് വിളിക്കുന്നു. ബ്രദർ ഇടയാൽ ചാക്കോച്ചൻ, അദ്ദേഹമാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞ് സണ്ണി അത് ചെയ്യണം, അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് ദൈവം സജ്ജീകരണങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ക്യാമറയുടെ വില അന്വേഷിച്ചു. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൽഡ് ഗസ് തന്നെ നടത്തി. അങ്ങനെ 1,500,000 രൂപ അദ്ദേഹം എൻ്റെ കയ്യിലേക്കായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഒരു ക്യാമറ വാങ്ങിച്ചു, മിറർലെസ്സിൻ്റെ EOS കനോൺ ഒരു മിറർലെസ് ക്യാമറ വാങ്ങിച്ചു. അതിനുശേഷം ഒരു ഹോളി ലാൻഡ് ലാർക്ക് മൈക്ക് വാങ്ങിച്ചു. അങ്ങനെ 1,500,000 രൂപ അദ്ദേഹമാണ് ഈ ഒരു യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടി എൻ്റെ കയ്യിലേക്ക് തന്നത്, എനിക്ക് വേണ്ടി പേ ചെയ്തത്. ഈ പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 18,000 രൂപ എൻ്റെ കയ്യിൽ ബാക്കിയിരുന്നു. അപ്പം ഞാനിതുപോലെ കുറച്ച് ചാച്ചാ നമ്മളത് ചെയ്തതിൻ്റെ ബാക്കി ഒരു 18 രൂപയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തോണ്ട് സണ്ണി അത് ഇരിക്കട്ടെ, ഇനിയും കാര്യങ്ങളുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ മേടിക്കണതിനെ കുറിച്ച് ചിന്തിച്ചു. പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ്, ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനോടനുബന്ധമായിട്ട് ചെയ്യണമല്ലോ. അത് പ്രൊഫഷണലായിട്ടാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് കുറച്ച് കാശിന് ആവശ്യമൊക്കെ ഉണ്ടല്ലോ, അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കാശ്. അപ്പോൾ പ്രിയ ചാച്ചനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇന്ന് ഈ 4 പേരെ വിളിച്ചെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലെയല്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ ശരിക്കും പറഞ്ഞ ഒരു ഹൃദയമിടിപ്പ് പോലെ എപ്പോഴും, ഞാൻ ആദ്യം പറഞ്ഞ പേരുകാർ പറഞ്ഞില്ല, അവരെൻ്റെ സമപ്രായക്കാരൊക്കെ ആയതുകൊണ്ട് എന്നെ കുറിച്ചിട്ടൊന്നും അത്രയും കൺസേൺഡ് ആണ് അവർ. പക്ഷെ എത്രത്തോളം വ്യാകുലപ്പെടേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ചാച്ചൻ അങ്ങനെയല്ല. ചാച്ചൻ മിനിമം ഒരു 2-3 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും, എന്ത് വിശേഷം,
കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു അല്പം കൂടുതൽ മീൻ പ്രായത്തിന്റെ കേസ് കൂടി പറഞ്ഞില്ലേ, അപ്പൊ അത്രയും പ്രായം ചെന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മകന്റെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് തരുന്നുണ്ട്. ഇപ്പൊ പ്രിയ ചാച്ചനെ ഞാൻ ഈ സമയം ഒന്നുകൂടി ഓർക്കുന്നു. ഈ 4 പേരെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് പറയും. ചാച്ചനെ ഞാൻ വിളിച്ചെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ ചാച്ചനെ കുറിച്ച് പറയുന്നു. പക്ഷെ ചാച്ചനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഒരു പ്രത്യേക സമയത്ത് എൻ്റെ ലൈഫിലേക്ക് ഈ ഒരു യൂട്യൂബിനോട് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലാതെ തന്നെ കൃത്യമായ ക്രിസ്തീയ ബന്ധങ്ങളൊന്നും എനിക്ക് ഇല്ലാതിരുന്നൊരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ആളാണത്. ഈ നരച്ച തല ശോഭയുള്ള കിരീടമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. തികച്ചും ശോഭയുള്ള ഒരു കിരീടം പോലൊരാള് ദൈവം വീണ്ടും ചാച്ചനെ അനുഗ്രഹിക്കട്ടെ. ചാച്ചൻ്റെ പ്രാർത്ഥനയിൽ തുടർന്നും ഞാനുണ്ട്, സദ്ഗമയ എന്ന ചാനലുണ്ട്, ഞങ്ങളുണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഈ 5 പേര് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. കഴിഞ്ഞിട്ടില്ല, അടുത്തൊരാളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വീണ്ടും ഇനിയും പറയാൻ ഒത്തിരി സമയങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവരൊന്നും കുറിച്ച് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ എബ്രായ ലേഖനം എഴുതുമ്പോൾ സാക്ഷികളുടെ ഒരു വലിയ കൂട്ടത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഒരു പരിധിവരെ ഞാൻ പറയുന്ന ഈ വ്യക്തികളൊക്കെ എൻ്റെ സാക്ഷികളാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ് ഇവരൊക്കെ. പിന്നെ പ്രിയ ബെന്നി KP ചാച്ചനെ പോലെ തന്നെ എൻ്റെ വീട്ടിലൊരു നിത്യ സന്ദർശനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും പറയുന്നത് ആ വീട്ടിലെ മൂത്ത മകനല്ലേ നിങ്ങൾ, ചെല്ലു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വരെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നത്. ഇപ്പൊ പ്രിയ ബെന്നിച്ചൻ ഇന്ന് പോലും എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞ ആൾക്കാരാണ്. ഒരു ക്രിസ്തീയ സ്നേഹം, അതുപോലെ തന്നെ എല്ലാവിധ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു ആവർത്തന വിരസതാർക്കും തോന്നരുത്. കാരണം അദ്ദേഹമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രിയ ബെന്നിച്ചൻ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മടിക്കൊന്നും വേണ്ട, എങ്ങനെയാലും അങ്ങോട്ട് തുടങ്ങണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണ്, ആ പെട്ടകം ചുമക്കുന്ന ആൾക്കാരുടെ കാല് യോർദാൻ നദിയിൽ മുട്ടിയ സമയത്താണ് ആ യോർദാനിൽ ഒഴുക്ക് നിന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് കഷ്ടം സഹിച്ചും കാല് അങ്ങോട്ടേക്ക് വെക്കുക, ബാക്കിയൊക്കെ ദൈവം നടത്തിക്കോളും. അങ്ങനെ കാല് വെച്ചു ദൈവം നടത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ബെന്നിച്ചൻ. ഇനി വേറെ 2 പേരെ കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് ഒന്ന് കണ്ണൂരുള്ള എനിക്ക് പ്രിയപ്പെട്ട അച്ചായനും ഒരു ആൻറ്റിയുണ്ട്. ഞാൻ അവരെക്കുറിച്ച് കൂടി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവരെ പേരെടുത്തോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നുപോയ ഒരു സമയമുണ്ട്. ഞാൻ ആരുടെയെങ്കിലുമൊക്കെ സമയം അപഹരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു സമയത്ത് ഇത് കണ്ടാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഇത് പറഞ്ഞില്ല എങ്കിൽ, സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ ഞാൻ കടക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കടക്കാരനായി പോകും എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വ്യക്തികളുടെ പേരൊക്കെ പറയുന്നത്. ഈ പ്രിയപ്പെട്ട ഒരു കണ്ണൂര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനായിട്ട് പരിചയപ്പെട്ടു. അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ നടന്നാലും ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങൾ നടന്നാലും രണ്ടും ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് ഈ പ്രിയപ്പെട്ടവരുടെ അടുത്താണ്. ഞാൻ ഇന്ന് ആൻറ്റിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ ആൻറ്റിയെ അച്ചായനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം ഒരു പ്രത്യേക സമയത്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ആൾക്കാരിൽ 2 പേരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട 2 പേർക്കും ഒത്തിരി സ്നേഹത്തോടെയുള്ള ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് ഇങ്ങനെ പറയുകയാണ്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സണ്ണി സാക്ഷ്യങ്ങളൊക്കെ പറയണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ സുവിശേഷ വേല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കഥയ്ക്ക് ഒരു 2 വർഷത്തിനും കൂടി മുൻപഴക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 2022 സമയത്ത് ആണ് ഈ അദ്ദേഹമൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ള ചിന്തയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളും ഒരു ക്രൈസ്തവ സൗഹൃദം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. 2 സ്ഥലങ്ങളിൽ 2 കുടുംബങ്ങളാണെങ്കിലും ഏക ആത്മാവിനാൽ എന്ന് പറഞ്ഞ പോലെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അപ്പച്ചൻ എനിക്കുണ്ട്, മത്തായി അപ്പച്ചൻ എന്ന് പറയും.
അപ്പച്ചനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ജോണിച്ചൻ, ഗ്രേസി ആൻറ്റി, ജോയിച്ചൻ, ഇങ്ങനെ കുറച്ച് പേരുകൾ. പ്രിയപ്പെട്ടവർ, ഒരു പക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേവലം പേരുകൾ മാത്രമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പേരുകൾക്കൊക്കെ പിന്നിലുള്ള വ്യക്തികൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ കുറച്ച് ആൾക്കാരാണ്. കാരണം നമ്മളിങ്ങനെ നടന്നു പോകുന്ന പെരുവഴിയിലൂടെ നാം നടക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വെയിലേറ്റ് വാടുമെന്ന് തോന്നുന്ന സമയത്ത് ഒരു ചെറിയ മരച്ചില്ലയുടെ ഒരു തണൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം, ചിലപ്പോൾ ഒരു നിമിഷമായിരിക്കും അവിടെ നിൽക്കുന്നത്. ആ നിമിഷം നമ്മളൊന്ന് ഒരു എന്താ പറയുക, നമ്മളൊരു ദീർഘനിശ്വാസമൊക്കെ എടുക്കില്ലേ? ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾ, ഇവരുടെയൊക്കെ പ്രാർത്ഥന ഈ സദ്ഗമയ എന്ന ചാനലിൻ്റെ പിന്നിലുണ്ട്. ഇവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ദൈവം അവരായിരിക്കുന്ന മേഖലകളിലെല്ലാം അവരെയൊക്കെ സംരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ഇനി ഇതാണ് സദ്ഗമയ എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങാനും അല്ലെങ്കിൽ എൻ്റെ ക്രിസ്ത്യൻ കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് ഉള്ള ഒരു എന്താ പറയുക, ഒരു ബ്രീഫായിട്ട് എനിക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഇനി സദ്ഗമയ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇതുപോലൊരു ചാനൽ തുടങ്ങി ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു സണ്ണി ഒരു പേര് സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ചൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടെങ്കിൽ പറയൂ, നമുക്ക് അങ്ങനെ ആ പേരിൽ തുടങ്ങാം. അപ്പോൾ പൊതുവേ എനിക്ക് സണ്ണി വടേരി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേരിൽ തന്നെ ഇത് തുടങ്ങി മുമ്പോട്ട് പോകാം. അപ്പോൾ ചാച്ചൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത്തിരി കൂടി പ്രൊഫഷണലായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ സുവിശേഷ നിലയം എന്ന് പറഞ്ഞൊരു പേരിൽ ആണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അവരുടെ പേര് അനീജ എന്നാണ്, തിരുവനന്തപുരം. സുവിശേഷ കാഴ്ചപ്പാടിലൊക്കെ ഉള്ള വ്യക്തിയാണ്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അനീജ ഞങ്ങളിങ്ങനെ ഒരു പേരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഇത്തിരി കൂടി ഓൺലൈൻ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഈ സുവിശേഷ നിലയം ഒന്നിൽ കൂടുതൽ ചാനലുകളുണ്ട്. അപ്പോൾ സുവിശേഷ നിലയം വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരും. കാരണം നിലവിൽ കുറച്ച് ചാനലുകളുണ്ട്, പേരൊന്ന് മാറ്റി ഇടുന്നതായിരിക്കും നല്ലത് എന്ന്. അപ്പോൾ ഇതേ കാര്യം ഞാൻ ചാച്ചിൻ്റെ അടുക്കൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചാച്ച ആ പേരിനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ പേര് നമ്മൾ മാറ്റി ഇടേണ്ടി വരും. അപ്പോൾ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞ് സണ്ണിക്ക് വേറെ എന്തെങ്കിലും പേര് സെലക്ട് ചെയ്യാനോ സജസ്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞ്, അങ്ങനെ എനിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഏതൊക്കെയോ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ചില ആശയങ്ങളും ചില കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സദ്ഗമയ എന്നുള്ളൊരു പേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൊതുവെ ഈ പേര് സദ്ഗമയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥവും പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു ഓക്കെ, കറക്റ്റാണ്, അത് മീനിങ് ഫുള്ളാണ്, കുഴപ്പമില്ല, ആ പേര് തന്നെ ഇടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സ്വാഭാവികമായിട്ട്, കാരണം നമുക്കറിയാം ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ സദ്ഗമയ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കേട്ടുകേൾവിയിലെങ്കിലും ഉണ്ടാകും അതൊരു മന്ത്രമാണ്, അതൊരു ഹൈന്ദവതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ അത് അംഗീകരിക്കപ്പെടാനൊക്കെ ബുദ്ധിമുട്ട് വരും. കാരണം സ്വാഭാവികമായിട്ട് ഈ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പേര് ഓക്കെയാണ്, നമുക്ക് ഈ പേരായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പേരായിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ സ്നേഹത്തോടെ എന്നെ തിരുത്താൻ ശ്രമിച്ച പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ എന്തോ ചില കടുംപിടുത്തങ്ങൾ നമ്മൾ വിട്ട് കൊടുക്കാത്തത് പോലെ പീലാത്തോസ് പറഞ്ഞില്ലേ, എഴുതിയത് എഴുതി. അദ്ദേഹത്തിന് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഈ സദ്ഗമയ എന്ന പേരുമായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റൊന്നുമില്ല, സദ്ഗമയ ടു ട്രൂത്ത്, സത്യത്തിലേക്ക്. ഇത് മാത്രമാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അത് ഒന്നുകൂടി നമ്മൾ അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ബൃഹദാരണ്യോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്തുണ്ട്. അതിലെ ഒരു പ്രാർത്ഥനയാണ്, ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതംഗമയ. ഇതൊരു പ്രാർത്ഥനയാണ് ഈ ബൃഹദാരണ്യോപനിഷത്തിലെ. അപ്പൊ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം എടുത്ത് നമ്മൾ ഇതിനൊരു പേര് വയ്ക്കുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട വന്നില്ല. കാരണം ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓം അസതോമ സദ്ഗമയ, ഞാൻ അസത്യത്തിലാണ്, എന്നെ സത്യത്തിലേക്ക് നയിക്കണം. ഞാൻ ഇരുട്ടിലാണ്, തമസോമ ജ്യോതിർഗമയ, ഞാൻ ഇരുളിലാണ്, എന്നെ ഗോളത്തിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണം. മൃത്യോമ
അമൃതം ഗമയ, ഞാൻ മരണഭീതിയിലാണ്, മരണമില്ലായ്മയിലേക്ക് എന്നെ നയിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചതിന് ശേഷവും അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷമൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിനോടനുബന്ധമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയത് നമ്മുടെ കർത്താവിനെ കുറിച്ച് മാത്രമാണ്. കാരണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ലോകത്തിന് മുൻപാകെ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് കർത്താവ്. അപ്പോൾ ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ടു ട്രൂത്ത് അഥവാ സദ്ഗമയ എന്നല്ലാതെ വേറെ എന്ത് പേരാണ് ഇടുന്നത്? കാരണം ശ്രീബുദ്ധനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബുദ്ധൻ ഏഷ്യയുടെ വെളിച്ചമായിരുന്നു എന്ന് അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കർത്താവ് ഒരിക്കലും ഏഷ്യയുടെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെയോ അന്റാർട്ടിക്കയുടെയോ ആഫ്രിക്കയുടെയോ ഒന്നുമല്ല, മറിച്ച് ലോകത്തിൻ്റെ തന്നെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഇങ്ങനെയാണ് ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെയൊക്കെ പൂർവികരായിരിക്കുന്ന ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് കാലങ്ങൾക്കപ്പുറം നിന്നിട്ട് കർത്താവ് മറുപടി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അന്ന് പ്രാർത്ഥിച്ചില്ലേ, നിങ്ങൾ ഇരുളിലാണോ, നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന്, ഫോളോ മീ, ഞാൻ വെളിച്ചമാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അസത്യത്തിലാണ്, സത്യത്തിലേക്ക് നയിക്കണ്ടേ, സത്യത്തിലേക്ക് നയിച്ചാലും എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇനി മരണഭയത്തിലിരിക്കുന്ന നിങ്ങൾക്ക് മരണമില്ലായ്മയിലേക്ക് എത്തപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്താ പറയുക, അവൻ ഒരു നാളും മരിക്കയില്ല, ജീവനോടുകൂടി തന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാസ്തവമായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയേക്കുന്നത് ഡയറക്റ്റായി കർത്താവ് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സദ്ഗമയ എന്നുള്ള പേര് മറ്റാരെടുക്കുന്നതിനേക്കാളും നമുക്ക്, അല്ലെങ്കിൽ ഈ ബൈബിളിനെ കുറിച്ചിട്ട് പ്രസംഗിക്കുന്ന ഈ ചാനലിന് അതൊരു അലങ്കാരമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി സദ്ഗമയുടെ ഉപദേശങ്ങൾ, അതും എൻ്റെ അടുക്ക് പലരും ചോദിക്കുന്നുണ്ട്. കാരണം കുറച്ചധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാത്തിനൊന്നും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ പറയുന്നില്ല, പലതും ഞാൻ ഡയറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് സദ്ഗമയ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. സദ്ഗമയ വിശ്വസിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയിൽ സദ്ഗമയ വിശ്വസിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആധികാരികത എന്ന് പറയുമ്പോൾ അത് അക്ഷരീകമായിട്ടും ആശയപരമായിട്ടും ആത്മീകമായിട്ടും ഏത് കാഴ്ചപ്പാടിലാണോ എഴുതിയത് ആ കാഴ്ചപ്പാട് തന്നെ ഇന്നും നിലനിർത്തിയാണ് തിരുവചനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് സദ്ഗമയുടെ ആശയമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 66 പുസ്തകങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ഈ 66 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ 66 പുസ്തകങ്ങളാണ്. എൻ്റെ പ്രിയ കൂട്ടുകാർ പലരും ഉണ്ട്, 73 പുസ്തകങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഇപ്പം ചില ഓർത്തഡോക്സ് വിശ്വാസം ഒക്കെ ഉണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്യോപ്യ ബേസ് ചെയ്തിട്ടുള്ള ഓർത്തഡോക്സുകാരൊക്കെ 81 പുസ്തകങ്ങളിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ 66 പുസ്തകങ്ങളുടെ ആധികാരികതയിൽ വിശ്വസിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് KJV ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏത് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാലും ബൈബിളിൻ്റെ ആധികാരികതയിൽ കൃത്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു, അത് പിന്തുടരുന്നു. ഇനി ചില ആൾക്കാരുടെ അടുക്കൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഓർത്തെടുക്കുന്നത്, നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ കേൾക്കുന്നവർ ചിലപ്പോൾ മെസ്സേജ് ഇങ്ങോട്ടിടും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സഭയൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദ്ഗമയ ഏതെങ്കിലും ഒരു സഭയുടെ ഉപദേശം പറയുന്നു എന്ന് ഞാനും ചിന്തിക്കുന്നില്ല. കാരണം സദ്ഗമയ സഭയുടെ ഉപദേശം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് സഭയുടെ ഉപദേശമാണ് പറയേണ്ടത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രദറൻ സുഹൃത്തുക്കളുണ്ട്, പെന്തക്കോസ്ത് സുഹൃത്തുക്കളുണ്ട്, ഇനി മറ്റ് പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാൻ ഏത് സഭയുടെ ഉപദേശമാണ് പറയേണ്ടത്? സ്വാഭാവികമായിട്ട് ബ്രദറൻ പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് അക്സെപ്റ്റബിൾ അല്ല, വ്യത്യാസം തന്നെയാണ്. ഇനി പെന്തക്കോസ്ത് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടി ഒരു പുതിയ ആശയം കടമെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കൺവിൻസബിൾ ആയിരിക്കുന്ന ഒരാശയം ഞാൻ അത് പിൻപറ്റിയാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയേണ്ട വന്നതിൽ എനിക്കല്പം ജാള്യതയുണ്ട്, ഒരല്പം വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. നിലവിൽ എനിക്കൊരു സഭയിലെ മെമ്പർഷിപ്പില്ല, എനിക്കൊരു സഭയുടെ മെമ്പർഷിപ്പുമില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ മെമ്പർഷിപ്പ് ഉള്ളത് മോശമാണെന്നോ സഭയിൽ മെമ്പർഷിപ്പ് ഇല്ലാതെ മുമ്പോട്ട് പോകുന്നതാണ് നല്ലതെന്നോ ഞാൻ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ
നിങ്ങൾക്കൊരു കൂട്ടായ്മ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഭയായിട്ട് ബന്ധപ്പെടണം. ഞാൻ സഭയായിട്ട് ബന്ധപ്പെടുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ചിന്തിക്കുന്നത് ഒരു കുറച്ച് ആത്മീക കാഴ്ചപ്പാടുള്ള മനുഷ്യരായിട്ട് ബന്ധപ്പെടുക എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ മനുഷ്യരുടെ ഒരു കൂട്ടമാണ് ഒരു സഭയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഭയായിട്ട് സഹകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രദറൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ് സദ്ഗമയ ഫോളോ ചെയ്യുന്നത്. കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി സ്പെസിഫിക് ആകുന്നതാണ്, അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആവുന്നതാണ്. കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്ക് ഒരു വിഷമം അവരോടില്ല. ഇനി എന്നെ ഉൾക്കൊള്ളാമെന്ന് അംഗീകരിച്ച ആൾക്കാരുടെ അടുത്തും ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് സഹകരിച്ച് പോകണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നണമെന്നില്ല. അപ്പം ഞാൻ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു, സദ്ഗമയ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു. നിലവിൽ എനിക്ക് ഒരു സഭയിലെ മെമ്പർഷിപ്പ് ഇല്ല. ഒരു സഭയിലെ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു ആത്മീക തലത്തിലേക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ സഭ എന്ന് പറയുന്ന അങ്ങനെ ഒരു സഭ നമ്മളുണ്ട് എന്നാണല്ലോ കേൾക്കുന്നതും പഠിക്കുന്നതും. വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനംതോറും സഭയിലേക്ക് കർത്താവ് ചേർക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സഭയിലെ മെമ്പർഷിപ്പ് ഉണ്ട് എന്നല്ലാതെ ലോകത്തിലുള്ള ഒരു സഭയുടെ മെമ്പർഷിപ്പിലും രജിസ്റ്ററിലും നിലവിൽ എൻ്റെ പേരോ എൻ്റെ വീട്ടുകാരുടെ പേരോ ഇല്ല. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏത് സഭയായിട്ടും ഏത് വിഭാഗമായിട്ടും എനിക്ക് സഹകരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 66 പുസ്തകങ്ങൾ അധിഷ്ഠിതമായി, കൃപാവരങ്ങളിൽ അധിഷ്ഠിതമായി, വിശ്വാസം, സ്നാനം, രക്ഷ, സ്നാനം തീർച്ചയായിട്ടും, വിശ്വാസം, സ്നാനം, രക്ഷ, സ്വർഗം, ന്യായവിധി, നരകം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് സഭയായിട്ട് സഹകരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ നിലവിൽ എനിക്കൊരു സഭയുടെ മെമ്പർഷിപ്പ് ഇല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 55 വീഡിയോ ചെയ്ത്, ഈ 55 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോയ്ക്ക് മാത്രം കുറച്ച് എന്താ പറയുക, ഒന്നുകൂടി എനിക്ക് അതൊന്നുകൂടി ക്ലിയർ ചെയ്യേണ്ട, അല്പം കൂടി ക്ലാരിറ്റി വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി വരുത്തേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ കയീൻ, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൽക്കാലത്താണെങ്കിലും ഒരു കമൻ്റായിട്ടോ ഇനി എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, കാരണം ഞാൻ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ചെയ്തൊരു ഒരു മെസ്സേജാണ് ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 മാസമായിട്ട് എൻ്റെ മനസ്സിൽ ഈ കാര്യം ഇങ്ങനെ കിടക്കുന്നതാണ്. അതിനൊരു പറ്റിയ സമയം വന്നപ്പോൾ ഞാൻ പറയുന്നതെന്നുള്ളൂ. ഇനിയിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും സ്വാഗതം, നമുക്കൊരുമിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് പറയാം. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്ന ഒറ്റക്കൊരു കാര്യമുള്ളൂ. ഒന്ന്, ബൈബിള് നിശബ്ദമായ സ്ഥലത്ത് നമ്മൾ നിശബ്ദമാകണം. ഊഹങ്ങൾ വെച്ചിട്ട് സംസാരിക്കരുത്. ബൈബിൾ സംസാരിക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ നിശബ്ദമായ ചില മേഖലകളിൽ നമ്മൾ ഊഹിച്ചും ഗണിച്ചും എടുത്തിട്ടൊരു കാര്യം പറയുന്നത് അത് അത്രത്തോളം കൃത്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്യമെടുത്തൊന്നും ഈ സമയത്ത് പറയാൻ ഉള്ള സമയം ഇല്ലാത്തത് കൊണ്ട് വാക്യമെടുത്തിട്ട് ഒന്നും പറയുന്നില്ല. എന്നാലും ഞാനൊന്ന് തൊട്ടു പോകുന്നുണ്ട്. 4-ാം അധ്യായം, അതിൽ കയീനും ഹാബേലും യാഗം കഴിക്കാൻ പോയി. ഞാൻ അന്ന് എൻ്റെ ഈ ഐ ബട്ടണിൽ ഞാൻ ചെയ്ത മെസ്സേജിൻ്റെ ലിങ്ക് ഞാനൊന്ന് ഇട്ടേക്കാം. ആ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. സമയം പോലെ നിങ്ങളതൊന്ന് കയറി നോക്കൂ. അത് ഞാൻ പറഞ്ഞതും ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിച്ചതും കയീൻ്റെ യാഗം യഹോവ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ സമർത്ഥിച്ചത് ഇത് തന്നെയാണ്. കയീൻ യാഗം കഴിക്കാൻ വന്ന ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരുന്നില്ല. ഞാൻ ഇതാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എന്നാൽ എൻ്റെ അടുക്കൽ അതിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ ചോദിച്ചു. ഞാൻ സംസാരിച്ച സമയത്ത് അത് ഏകദേശമൊക്കെ ഞങ്ങൾ സമരസപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. എന്നാലും അദ്ദേഹത്തോട് എനിക്ക് ഈ ചെയ്ത പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടി സംസാരിക്കാൻ പറ്റി. പക്ഷെ അത് സംസാരിക്കാൻ പറ്റാത്ത ആരെങ്കിലും എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയീൻ്റെ യാഗം ദൈവം യഹോവ സ്വീകരിക്കാതിരുന്നത് കയീൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. കയീൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കയീൻ യഹോവയ്ക്ക് യാഗം
അർപ്പിക്കാൻ വേണ്ടി കയ്യിന് ഹാബേലും വന്ന സമയത്ത് ഹാബേല് വളരെ പെക്യൂലിയർ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇദ്ദേഹം അല്പം കെയർലെസ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു എതിർവാദമായിട്ട് ഞാൻ കേട്ടൊരു കാര്യം ഇതാണ്, രക്തം കൊണ്ട് ഒരു യാഗം കയ്യിൻ കഴിക്കാതിരുന്നത് കൊണ്ടാണ് കയ്യിന്റെ യാഗം യഹോവ സ്വീകരിക്കാതിരുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം, അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പഠനം ഒരു ദൈവദാസനിൽ നിന്നുണ്ടായി എന്ന് ഞാനിങ്ങനെ കേട്ടു. അതാണ് ശരി എന്നുള്ള രീതിയിൽ പോയി. കാരണം ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പഠനവും വിശ്വാസവുമായിട്ട് പോയിക്കൊള്ളട്ടെ. പക്ഷേ ഞാൻ ആകെ ചോദിക്കുന്ന കേസ് ഇതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തികച്ചും ബൈബിള് തന്നെ ആയിരിക്കണം. നമ്മൾ ഊഹാപോഹങ്ങളുടെ പുറകെ പോകാതിരിക്കണതാണ് നല്ലത്. കാരണം കയ്യിന്റെ യാഗം യഹോവ സ്വീകരിക്കാതിരുന്നതിന്റെ പിന്നിലുള്ള കാരണം കയ്യിൻ യാഗത്തിൽ രക്തം കൂട്ടിച്ചേർക്കാതിരുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ യാഗമാക്കി കൊടുക്കാതിരുന്നത് കൊണ്ടാണോ? അങ്ങനെ ബൈബിളിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്കത് കാണാൻ കഴിയുമോ? അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് കാണാൻ കഴിയണം. ഒന്ന്. രണ്ട്, കയ്യിന്റെ അടുക്കൽ ഏതെങ്കിലും സാഹചര്യത്തിൽ യഹോവ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഇങ്ങനെ ഈ ഒരു ആശയത്തിന് കയ്യിന്റെ യാഗം യഹോവ സ്വീകരിക്കാതിരുന്നത് അവനൊരു മൃഗത്തെ ബലി കൊടുക്കാതിരുന്നത് കൊണ്ടാണ്, യാഗത്തിൽ രക്തം ചിന്താതിരുന്നത് കൊണ്ടാണ് എന്നൊരാശയം വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയ്യിനോടുള്ള ബന്ധത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ആ ആശയം തെറ്റാണ്. കാരണം നമുക്ക് അത് റെഫറൻസ് എടുത്ത് തന്നെ നമുക്ക് പോകണം. കാരണം കയ്യിന്റെ അടുക്കൽ യാഗം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രക്തം ചിന്തിയിട്ടുള്ള ഒരു വിമോചനത്തെ കുറിച്ചിട്ട്, കാരണം ആദമും ഹവ്വയും നഗ്നരായ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ കൊന്ന് ഒരു തോല് കൊണ്ടൊരു ഉടുപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ കയ്യിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു തിയോളജിക്കൽ കാഴ്ചപ്പാട് ഉണ്ടായി എന്ന് വിശുദ്ധ ബൈബിൾ ഒരു സ്ഥലത്ത് നാം കാണുന്നില്ല. മാത്രമല്ല, അതിനെതിരായിട്ട് നമുക്ക് പറയാൻ ഒന്നിലധികം വാദങ്ങളുണ്ട്. ഒന്ന്, കയ്യിന്റെ അടുക്കൽ ദൈവം പറയുന്നുണ്ട്, കയ്യിനെ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? കാരണം ആ പോർഷൻ നിങ്ങൾ സമയം പോലെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്ന കയ്യിനിലും അവന്റെ യാഗത്തിലും യഹോവ പ്രസാദിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്ന്, കയ്യൻ കൊണ്ടുവന്ന യാഗത്തിലല്ല, മറിച്ച് കയ്യിനിലും യഹോവ പ്രസാദിച്ചില്ല. അപ്പോൾ യാഗം കഴിക്കാൻ വരുന്ന ആളെ പോലും ദൈവം അത് പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ അയാൾ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കളെ പ്രതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? കാരണം കയ്യിനിൽ ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? അവൻ വളരെ കെയർലെസ് ആയ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ ആ മെസ്സേജിൽ പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. കയ്യിനിൽ എന്തുകൊണ്ട് യഹോവ പ്രസാദിച്ചില്ല എന്ന് നാം അറിയണമെങ്കിൽ ഹാബേലിൽ എന്തുകൊണ്ട് യഹോവ പ്രസാദിച്ചു എന്നറിഞ്ഞാൽ മാത്രം മതി. കാരണം ഹാബേലിൽ എന്തുകൊണ്ട് യഹോവ പ്രസാദിച്ചു, നമുക്ക് ആ ഒരു വാക്യം ഒന്ന് വായിക്കണം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ പകല് പോലെ എഴുതിയിട്ടേക്കുമ്പോൾ പിന്നെ നമ്മൾ ഇരുട്ടിത്തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. കയ്യിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കയ്യിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അതിന് തൊട്ട് മുമ്പ് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ നിലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു വഴിപാട് കയ്യിൻ കൊണ്ടുവന്നപ്പോൾ ഹാബേല് കൊണ്ടുവന്നത് ആട്ടിന്റെ കടിഞ്ഞൂലുകളിൽ അതിന്റെ മേധസ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പോർഷനാണ് ഹാബേല് കൊണ്ടുവന്നത്. പക്ഷെ കയ്യിൻ കൊണ്ടുവന്നത് നിലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈബിള്, ഈ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനാണ്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു പോർഷൻ എഴുതിയേക്കുന്നത് വളരെ കൃത്യമായിട്ട്. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം. Why are you so angry? The Lord asked Cain. Why do you look so dejected? യാഗം സ്വീകരിക്കാതിരുന്ന സമയം കയ്യിൻ്റെ മുഖഭാവമൊക്കെ വ്യത്യാസം വന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് മുൻപുള്ള വാക്യം കൂടി ഒന്ന് വായിക്കാം. When they grew up
Abel became a shepherd while Cain cultivated the ground. When it was time for the harvest, Cain presented some of his crops. ഈ ഒരൊറ്റ കാര്യം, സം ഓഫ് ഹിസ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഏതാ പറയാ, എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ സം ഓഫ് ഹിസ് ക്രോപ്സ്. പക്ഷെ ഹാബേൽ എന്താ ചെയ്ത്, അവന് ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യമാണ് ദൈവം മുൻപാകെ സെലക്ട് ചെയ്തത്. അവൻ്റെ കടിഞ്ഞൂലിനെ അതിൻ്റെ മേധസ്സിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഹാബേൽ എടുത്തത്. പക്ഷെ കൈൻ ചെയ്ത് എന്താണ്, ആ യാഗം കഴിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്ന സമയത്ത് കയ്യിൽ കിട്ടിയെന്ന പോലെ സം ഓഫ് ഹിസ് ക്രോപ്സ് എടുത്തിട്ടാണ് കൈൻ യാഗം കഴിക്കാൻ വേണ്ടി പോയത്. ഇത് തന്നെയായിരുന്നു കയ്യിൻ്റെ യാഗം ദൈവം സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം. ഇനി അത് എബ്രായ ലേഖനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വിശ്വാസത്താൽ ഹാബേൽ കയ്യിനിലും നല്ല യാഗം കഴിച്ചു എന്നാണ് പറയുന്നത്. വിശ്വാസത്താൽ, എന്ത് വിശ്വാസത്താൽ? ദൈവത്തിന് ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു വിശ്വാസം തന്നെ. അതിനപ്പുറത്തേക്ക് വേറെ എന്താ പറയുക, അതിനപ്പുറത്തേക്ക് പറയാൻ പാകത്തിന് ഒരു പ്രശ്നവും കയ്യിനിലോ അല്ലെങ്കിൽ ഒരു മേന്മയോ ഹാബേലിൽ ഉണ്ടായതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവൻ വിശ്വാസത്താൽ, ഈ കയ്യിനില്ലാതിരുന്നതും അങ്ങനെയാണ്. കൃത്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, ദൈവത്തിന് ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. കാരണം അല്ലായിരുന്നുവെങ്കിൽ അവൻ കൊണ്ടുവന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നില്ല, എന്നാൽ പോലും അവൻ പാപത്തിന് വശംവദനായിരുന്നില്ല. അതുകൊണ്ടാണ് യഹോവ ഇങ്ങനെ പറയുന്നത്, കൈനെ നീ നിന്റെ മുഖം വാടുന്ന എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മയല്ലാതെ തിന്മയാണ് നീ ചെയ്യുന്നതെങ്കിലോ? പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ പാപം ആ സമയം പോലും കയ്യിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവൻ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തില്ല, ശരിയാണ്. പക്ഷെ എപ്പോഴും പാപത്തിന്റെ പിടിയിലേക്ക് അവൻ വന്നിട്ടില്ല. പാപം വാതിക്കൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇനി ഇതിലും അപ്പുറത്തേക്കുള്ളൊരു ഡിസ്കഷനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പോകാം. കാരണം ഇത് എന്തെങ്കിലും വാദിച്ച് ജയിക്കാനോ സ്ഥാപിക്കാനോ നമ്മളുടെ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കാനൊന്നുമല്ല. പക്ഷേ നമ്മൾ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ അല്പം കൂടി സ്പെസിഫിക് ആയിട്ട് പഠിപ്പിച്ചാൽ നന്നായിരിക്കും. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, തിരുവെഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലാണ് ഈ സംഭവം പറയുന്നത്. സമയം പോലെ ഒന്നെടുത്ത് വായിക്കൂ. എന്താ പറയുക, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയതിൻ്റെ പ്രശ്നമല്ല, നമ്മൾ വായിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനി കൈയിൻ്റെ അടുക്കൽ ദൈവം എപ്പോഴെങ്കിലും ഈ രക്തം കൊണ്ടുള്ള ഒരു യാഗം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി ഊഹിക്കാം, ആദമും ഹൗവയും ഇങ്ങനൊരു യാഗത്തെ കുറിച്ചിട്ടും ഈ യാഗം ചെയ്യേണ്ട വന്ന അല്ലെങ്കിൽ ആ ഒരു മൃഗത്തെ കൊല്ലേണ്ട വന്ന കഥകളൊക്കെ കൈയിൻ്റെ അടുക്കലും ഹാബേലിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം, അവരുടെ മക്കളാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിങ്ങനൊരു യാഗം കഴിക്കണമെന്ന ഒരു ആശയം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം അവർക്ക് പോലും കൃത്യമായിട്ട് ഏതൊക്കെ യാഗങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് യാഗങ്ങളെ കുറിച്ചിട്ട് നാം മനസ്സിലാക്കുന്നത്, ഒന്ന്, യോബ് യാഗം കഴിച്ചതായിട്ട് നാം പഠിക്കുന്നുണ്ട്. യോബ് എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ഒക്കെ പൂർവികരായിരുന്നു, അദ്ദേഹം യാഗം കഴിച്ചു. അപ്പൊ യാഗം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അബ്രഹാം യാഗം കഴിക്കുന്നു. എന്നാൽ ഈ അബ്രഹാം യാഗം കഴിച്ചെങ്കിൽ പോലും യാഗത്തെ കുറിച്ചുള്ള കൃത്യമായ വിധികൾ വരുന്നത് മോശയുടെ കാലത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തോടു കൂടിയാണ്. ഏകദേശം 613 കൽപ്പനകൾ ദൈവം യഹൂദന്മാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുക്കുന്നു, 10 ഇമ്പോർട്ടന്റ് കൽപ്പനകളായിട്ട്. അങ്ങനെ 613, അതിനോടൊക്കെ അനുബന്ധമായിട്ടാണ് ഈ യാഗങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ വരുന്നത്. അത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് പഠിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്കൊക്കെ ദൈവം അല്പാൽപ്പം ഇൻഫർമേഷനെ കൊടുത്തിട്ടുണ്ടായുള്ളൂ. ഹാബേലിന് കിട്ടിയത് കുറച്ച്, കയ്യിന് കിട്ടിയത് കുറച്ച്, ആദമിനും ഹൗവയ്ക്കും കിട്ടിയത് കുറച്ച്, നോഹയ്ക്ക് കിട്ടിയത് കുറച്ച്, എല്ലാവർക്കും കുറേശ്ശെയാണ്. കാരണം ഇവർക്ക് ആർക്കും പൂർണ്ണമായത് കിട്ടിയിട്ടില്ല.
എന്തിന്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച പല കണ്ണുകളും ഇതിനു മുമ്പുണ്ടായി, പക്ഷെ അവർക്കൊന്നും യഥാർത്ഥ സത്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പല യാഗങ്ങളെ കുറിച്ചിട്ടോ പല നിയമങ്ങളെ കുറിച്ചിട്ടൊന്നും കൃത്യമായ ബോധ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ ബോധ്യങ്ങളെല്ലാം വന്നത് അക്ഷരികമായിട്ട്, ആത്മീയമായിട്ടെന്ന് പറയുന്നില്ല, അക്ഷരികമായിട്ട് അത് മോശയുടെ കാലഘട്ടത്തോടു കൂടിയാണ് വന്നത്. അപ്പൊ മോശയുടെ കാലഘട്ടത്തിൽ ഒരു നിയമം സ്ഥാപിക്കപ്പെടുന്ന ആ നിയമത്തിന്റെ കണക്ക് അതിന് മുൻപുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്താ പറയാ, ഒരു അടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളായി മാറിപ്പോകും. പക്ഷെ അങ്ങനെയല്ല. ദൈവം ചോദിക്കുന്നത് നാം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ, നാം മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് അനുസരിച്ച്. ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാൻ തന്ന സിലബസിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നാം അതിന് ഉത്തരം എഴുതിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ, അല്ലേ? നമുക്കൊരു ആ സിലബസേ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പുസ്തകമേ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, ആ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ ആൻസർ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റാണോ? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കയീന്റെ യാഗം യഹോവ സ്വീകരിക്കാതിരുന്നതിന്റെ കാരണം അവൻ വളരെ കാഷ്വലായിട്ട് ആണ് ആ യാഗത്തെ അപ്രോച്ച് ചെയ്തത്. ഹാബേല് ഏറ്റവും ബെസ്റ്റ് ആണ് കൊടുത്തത്. ഈ ബെസ്റ്റ് കൊടുക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് കയീനോട് ദൈവം ആ രീതിയിൽ ഇടപെട്ടത്. ഓക്കെ, തുടർന്നും ഈ ഒരു ചിന്ത ഇവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ഇതിനെ കുറിച്ചിട്ട് പറയാം. പക്ഷേ എന്നാലും അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇനി ഇതിലും വിഭിന്നമായ ചിന്താഗതികൾ എൻ്റെ കേൾവിക്കാരാകുന്ന, എൻ്റെ പ്രേക്ഷകരാകുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഇനി ഞാൻ ഏകദേശം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ ലൈവ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കണ്ണിന് എന്താണ് പറ്റിയത്, ജന്മനാ കണ്ണ് ഇങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് നമ്മൾ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ചോദിക്കില്ല. എന്നാലും ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, കണ്ണ് ജന്മന അങ്ങനെയല്ല, എനിക്കൊരു അപകടം സംഭവിച്ചിരുന്നു 2022 മാർച്ച് 17-ാം തീയതി. അപ്പം അതിനുശേഷം ചെറിയ ഓപ്പറേഷൻ, അങ്ങനെ കുറച്ച് മെഡിക്കേഷൻ പരിപാടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെയാണതിങ്ങനെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറയണം. അതാണ് ഒരു ചാനലിൻ്റെയൊക്കെ എന്താ പറയുക, ഓരോ കീഴ്വഴക്കങ്ങൾ എന്ന് പറഞ്ഞ പല ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പകരം ചെയ്യാറ്, നമ്മൾ ഇടുന്ന വീഡിയോയുടെ അടിയിലൊക്കെ ഈ ലൈക്ക്, സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ്, നിങ്ങൾക്കിഷ്ടമുണ്ട്, ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, തുടർന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനൊക്കെ കഴിഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ദൈവവചനം കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ബൈബിള് വായിക്കുക, പഠിക്കുക. അത് നമ്മുടെ ബൈബിളിൻ്റെ ഹാർഡ് കോപ്പി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിളിന് പോലും ഒരു 20 വർഷത്തെ പഴക്കമുണ്ട്. ഏകദേശമൊക്കെ ഇതിൻ്റെ ബൈൻഡിങ് ഒക്കെ പോയ ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും ഇത് കുറേ രാജ്യങ്ങൾ കണ്ടേക്കണ ബൈബിളാണ്. കാരണം ഞാൻ എവിടെയൊക്കെ പോയെങ്കിലും ഇത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇനി ചിലപ്പോൾ എൻ്റെ ആശയങ്ങൾ ഇഷ്ടപ്പെടില്ലായിരിക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കാം. പൊതുവെ എന്താ പറയുക, ഈ ബ്ലാക്ക് ഷർട്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊരുത്തപ്പെടാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാം. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോകാം. എവിടെയായിരുന്നാലും എങ്ങനെയാണെങ്കിൽ പോലും ദൈവകൃപയിൻ കീഴിൽ നിൽക്കാൻ നമുക്ക് പരസ്പരം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഇപ്പോൾ എൻ്റെ ഈ നിലവിൽ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം നമ്മൾ വലിയ പ്രഭാഷകനോ വലിയ ബൈബിൾ പണ്ഡിതനോ പഠിതാവോ ഒന്നുമല്ല. എന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ ഒരു ചാനൽ കേൾക്കാനും കാണാനൊക്കെ നിങ്ങൾ സമയം ഇടുന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നന്മ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള വീഡിയോകളിൽ നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിടുക. എന്തെങ്കിലും
എന്താ പറയുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ചെയ്യണമെങ്കിൽ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇന്നത്തെ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വിശ്വാസങ്ങളോ എൻ്റെ കാഴ്ചപ്പാടുകളിലോ എവിടെയെങ്കിലും ഒരു തിരുത്തൽ എനിക്ക് ആവശ്യമാണെന്നും ഒരു കൂട്ടിച്ചേർക്കൽ എനിക്ക് ആവശ്യമാണെന്നും എന്നെ ബോധ്യപ്പെടുത്തിയാൽ, അത് സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി കഴിഞ്ഞാലോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവൻ വന്നതിന് ശേഷം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യം വരുത്തും. അപ്പോൾ നമ്മളുടെ തെറ്റ് തിരുത്തുന്ന വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എന്നിൽ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ആശയങ്ങളിലോ എൻ്റെ ചിന്താഗതികളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവം തിരുത്തട്ടെ. ദൈവം തിരുത്തുന്നത് തീർച്ചയായിട്ടും ശ്രേഷ്ഠരായ ദൈവദാസന്മാരിൽ കൂടിയായിരിക്കാം, നല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൽ കൂടിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വിദ്യാഭ്യാസമോ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാര്യമാണ്, നമുക്കിപ്പോൾ ഒരു പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ടു തന്നു കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ്റെ പ്രായമൊന്നും നമ്മൾ നോക്കാറില്ല, അവൻ്റെ വിദ്യാഭ്യാസം ഒന്നും നോക്കാറില്ല. മിനിമം നമ്മൾ പോസ്റ്റ്മാൻ ആണോ എന്ന് പോലും നോക്കാറില്ല. കാരണം കൈ കെട്ടിയ സാധനം പൊട്ടിച്ച് വായിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കൊണ്ടുവരുന്ന ആര് തന്നെയാണെങ്കിലും ആ കൊണ്ടുവന്ന മെസ്സേജ് കാമ്പും കഴമ്പും ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. അത് എനിക്ക് എന്നോട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ചിന്താഗതികളിൽ എവിടെയെങ്കിലും ഒരു തിരുത്തലുകൾ വേണമെങ്കിൽ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കലുകൾ വേണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി എന്നെ ഒരുക്കട്ടെ, അതിനുവേണ്ടി എൻ്റെ ആത്മീക ഗുരുക്കന്മാരെ ഒരുക്കട്ടെ, സുഹൃത്തുക്കളെ ഒരുക്കട്ടെ. ഈ സമയം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ എന്നെ ഒട്ടും എനിക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് പേരുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പ്രിയപ്പെട്ട റവറൻ ജോൺ സാമുവൽ സാർ, എൻ്റെ തിയോളജി പ്രൊഫസറായിരുന്നു, അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ഓർക്കുന്നു. വിശേഷൽ ഈ പ്രസംഗശാസ്ത്രം പോലൊരു കാര്യമൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചെന്ന അദ്ദേഹമാണ്. അതുപോലെ റവറൻ ജെയിംസ് എം മാത്യു, അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ സഹകരിക്കാൻ എനിക്ക് പറ്റി. അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കുറച്ച് നാൾ എനിക്ക് സഹകരിക്കാൻ പറ്റിയിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ റവറൻ ജോസ് പി കാർമൽ ഞാൻ ഓർക്കുന്നു. ഇവരെ ഒന്നും വിട്ടിട്ട് നമുക്ക് എന്താ പറയുക, ഇന്ന് ഞാൻ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്നലകളിൽ എന്നെ കൈപിടിച്ച ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ഇപ്പോൾ ബൈബിളൊക്കെ പറയാനുള്ള നമ്മുടെ പ്രാഗൽഭ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രാഗൽഭ്യമൊന്നുമില്ല. ഉള്ള ഏക പ്രാഗൽഭ്യം നമ്മൾ ഇത് സ്നേഹിക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കൃപയാൽ ഒരു സെമിനാരിൽ നിന്ന് ഒരു 3 വർഷത്തെ തിയോളജി പഠിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അത് ഞാൻ വളരെ താഴ്മയോടെ ഞാൻ ഓർക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങളിലും അതിൻ്റെ മുഖാന്തരങ്ങളും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറുണ്ട്, റവറൻ ഡോക്ടർ ജോൺ ഫിലിപ്പോ സാർ ഇന്നില്ല, വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടിയായിരിക്കുന്നു. സാറിനൊക്കെ ഈ സമയം ഓർത്തു പോവുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് സദ്ഗമയിലൂടെ കാണാം, കേൾക്കാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു മുറിവ് ആർക്കെങ്കിലും വന്നിരിക്കുന്നുവെങ്കിൽ സദയം ക്ഷമിക്കുക, സ്നേഹത്തോടെ അത് ചൂണ്ടിക്കാണിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.